രസവട ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ? തിരുവനന്തപുരംകാരുടെ സ്വന്തം റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. വേണമെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് പൊടി ചേർക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം മൂപ്പിക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നേരത്തെ കുതിർക്കാനിട്ടിരുന്ന പുളി പിഴിഞ്ഞ് ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കണം. ഇനി നമ്മളിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും രസം റെഡിയാവുമല്ലോ. ഇതിൽ പ്രത്യേകിച്ചൊന്നും വേകാനായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് വട ഓരോന്നായിട്ട് ഈ രസത്തിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഈ രസത്തിനകത്ത് കിടന്ന് ആ പരിപ്പ് വട ഒന്ന് സോക്കായി കുറച്ചുകൂടി ഒന്ന് വലുതാകും. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രസവട ഇരിക്കുന്നത്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള രസവട നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയും പുട്ടിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാവേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.